വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ദിനാചരണം ആഘോഷം ഒഴിവാക്കി വ്യാപാരികളായ ദുരിതബാധിതർക്ക് ധനസഹായം നൽകി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ദിനാചരണത്തിൽ ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്തു. പതിവ് രീതിയിലെ ദിനാഘോഷ പരിപാടി ഒഴിവാക്കി കേവലം കേക്ക് മുറിക്കൽ ചടങ്ങ് മാത്രമാക്കിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഫീസിനു മുന്നിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം, വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് ഈ മഴക്കെടുതിയുമായി ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു അവസരത്തിൽ നമുക്കതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ ആഘോഷ പരിപാടികൾ ചുരുക്കിക്കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് മാറ്റണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ ഒരു പ്രവർത്തനം ചുരുക്കി സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട പലർക്കും ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളെ കാര്യമായിട്ട് എണ്ണത്തിൽ ബാധിച്ചിട്ടില്ലെങ്കിൽ നിരവധി മെമ്പർമാരുടെ ഭവനങ്ങളിൽ വെള്ളം കയറി. പകലായിരുന്നിട്ട് പോലും അതിനെ ചെറുത്തു നിൽക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നും മോചനം നേടാൻ പലർക്കും കഴിഞ്ഞില്ല. പക്ഷെ ആളപായം ഇല്ലാതെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് അവിടെ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ തൊഴിൽ മേഖല എടുത്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ വ്യാപാര മേഖലയാണ് കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽ മേഖല. ആ തൊഴിൽ മേഖലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ദേശീയ സംഘടനകളും പ്രാദേശിക സംഘടനകളും ഒക്കെ വ്യാപാരികൾക്കായിട്ട് ഒരു ദിനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. എന്നാൽ അത് ഗവൺമെന്റ് കാര്യമായിട്ട് അതിനൊരു പരിഗണന കൊടുത്തില്ല. എല്ലാ കൂട്ടായ്മകൾക്കും ഒരു ദിനം അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല ഒരു സംഘടിത വർഗമായിരുന്ന വ്യാപാരി വ്യവസായികൾക്ക് അങ്ങനെ ഒരു ദിനം അനുവദിക്കാൻ ഗവൺമെന്റ് വളരെ വൈകി. ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ, നമ്മുടെ എല്ലാ ഓർമ്മയിലെ ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു ദിനം സർക്കാർ അനുവദിച്ചു തന്നു. കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചു. സെക്രട്ടറി ATB രാജേഷ് സ്വാഗതം പറഞ്ഞു. ആദ്യമായി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജെ സെബാസ്റ്റ്യൻ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാറിനെ ആദ്യമായി സ്വാഗതം ചെയ്തു. നമ്മുടെ യൂണിറ്റ് യൂത്ത് വിഭാഗം, യൂത്ത് വിംഗ്, വനിതാ വിംഗ് പ്രവർത്തകർ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സി തമ്പാൻ സംസാരിച്ചു. ഒരു മാഷക്ക് നാളെ ഞാൻ പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വ്യാപാര മേഖലയിലേക്ക് എല്ലാവർക്കും ഏത് സമയത്ത് എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അവർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കാൻ ആരാ ഉള്ളതെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കുറെ ലക്ഷങ്ങൾ മുടക്കി ഒരു റൂമെടുത്ത് അവിടെ വേണ്ടുപോലെ ആ രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ന്യായമായ രീതിയിലുള്ളൊരു വരുമാനം അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞു വരുമ്പോഴത്തേക്കും അവർ ലക്ഷങ്ങളുടെ ബാധ്യത ഏറ്റെടുത്ത് അവസാനം അവിടെയും കടവും ഇവിടെയും കടമാക്കിയിട്ട് വ്യാപാര മേഖലയിൽ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. സാമാന്യ രീതിയിലുള്ള നമുക്കറിയാൻ കഴിയും. ഈ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളുടെ സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ. മേഖലാ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് ദിനാചരണ സന്ദേശം നൽകി. 2015 ഗവൺമെന്റ് ദേശീയ വ്യാപാരി ദിനമായിട്ട് ഓഗസ്റ്റ് 9 അനുവദിക്കുകയുണ്ടായി. നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന രീതിയിൽ പ്രശസ്തമായ ഒരു ദിനത്തെ വ്യാപാരി ദിനം കൂടിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇത് തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പൊരുത്തമുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഉച്ചസ്ഥായിയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ, ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ആൾക്കാർ കേവലം ഇവിടുത്തെ ഒരു ഭരണാധിപരാകുന്നതിനപ്പുറം അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി, അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ അതിസമ്പന്നമായ വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്നറിയാം. അപ്പോൾ ആ വ്യാപാര ശക്തിയെ, അധിനിവേശ ശക്തിയെ പുറത്താക്കാൻ വേണ്ടി ഗാന്ധിജി പ്രഖ്യാപിച്ച സമരമുറയാണ് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് പുറത്തു പോകൂ എന്ന മുദ്രാവാക്യം. അത് ഇന്ത്യയിലെ വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന്, തദ്ദേശീയരായ പ്രവർത്തകരെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിനൊപ്പം ഇന്ത്യയിലെ വാണിജ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു പ്രഖ്യാപനമായി കണ്ടുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ദിനത്തെ
വ്യാപാരികളുടെ ഒരു മോചനത്തിൻ്റെ ദിനമായി കൊണ്ടാടുകയാണ്. നമുക്കറിയാം വ്യാപാരികളുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപാരം സംരക്ഷിക്കുന്നതോടൊപ്പം വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനൊക്കെ ഒരു പോംവഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപാരികളെ ബാധിക്കുന്ന നിയമങ്ങൾ വരുമ്പോൾ ആ നിയമത്തിൻ്റെ അപാകതകളൊക്കെ തിരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രളയത്തെ തുടർന്ന് വീട്ടിൽ വെള്ളം കയറി നാശനഷ്ടം നേരിട്ട രമ്യ, ഷർജുല, ഷാജി ചന്ദല, അനിൽ സക്കീർ എന്നിവർക്ക് യൂണിറ്റിന്റെ വകയായി സഹായം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.